ഹായ് എവ്രി വൺ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ സ്വഭാവത്തിൽ ഞാനൊരു കാര്യം ചേഞ്ച് ചെയ്തപ്പോൾ എനിക്കുണ്ടായ വ്യത്യാസങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള ന്യൂസസ് മൊത്തം അവോയ്ഡ് ചെയ്തു. അതായത് അത്തരത്തിലുള്ള പേജുകൾ, അത്തരത്തിലുള്ള ന്യൂസ് പബ്ലിഷ് ചെയ്യുന്ന ഫേക്ക് ന്യൂസ് ആണെങ്കിലും ഇപ്പോൾ റിയൽ ന്യൂസ് ആണെങ്കിലും അത്തരത്തിലുള്ള ന്യൂസ് പബ്ലിഷ് ചെയ്യുന്ന പേജസ് ഒക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. പിന്നെ അതുപോലെ പത്രം നമുക്ക് പത്രം വായിക്കാതെയും നമുക്ക് ന്യൂസുകൾ അറിയാൻ പറ്റും. ഇപ്പം യൂട്യൂബിൽ നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസുകൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ന്യൂസ് ആണെങ്കിലും ഇൻ്റർനാഷണൽ ന്യൂസ് ആണെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസസ്, അതായത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നടന്നു, അത് നടന്നു, ഇത് നടന്നു, കൊലപാതകം നടന്നു, ഇത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. അതുപോലെ ആക്സിഡൻറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ നോക്കാറേ ഇല്ല. ഇൻ കേസ് എൻ്റെ കണ്ണി വന്നാലും ഞാനത് വേഗം സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് 2 വീലറും 4 വീലറും എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ മൈൻഡിൽ കംപ്ലീറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ചിന്തിക്കാറില്ല. മറ്റേത് എനിക്ക് എപ്പോഴും ഒരു പേടിയായിരുന്നു എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഭയം എന്നുള്ള ഒരു സംഭവം ഇല്ലാണ്ടായി. ഇതാണ് എനിക്കുണ്ടായ മാറ്റം. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ടുള്ള ന്യൂസസിനോടെല്ലാം ബൈ പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ എടുത്ത് കളഞ്ഞ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ.